ലോകത്തൊരിടത്തും കാണാത്ത വിധം ഭരണ പ്രതിപക്ഷ നേതാക്കളെ ഒരേ നിരയിലിരുത്തിക്കൊണ്ട് ഇതാ കേരളത്തിൻ്റെ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കാൻ പോവുകയാണ്. വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പുതുയുഗ പിറവിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഭരണം പിന്നീട് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് ജനങ്ങൾ അക്കാര്യങ്ങൾ പിന്നീട് വിലയിരുത്തട്ടെ. ഏതായാലും അതിന് സാക്ഷ്യം വഹിക്കാൻ, ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന്, ആ അധികാരത്തിലേറുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ഇതാ ഇവിടെ കൊഴുകിയെത്തിയിരിക്കുന്നവർ. ഇതാ നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തെ, നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു. കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും ഒപ്പമുണ്ട്. അവർ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ജനക്കൂട്ടം വലിയ കരഘോഷം മുഴക്കുകയാണ് നേതാക്കളെ കണ്ടപ്പോൾ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാംഗവും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി എന്നിവർ ഇതാ ഇപ്പോൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങെന്ന് നിസ്സംശയം പറയാം. അത്രമേൽ ഭരണ പ്രതിപക്ഷ നേതാക്കളെ ഒരു വേദിയിൽ അണിനിരത്തിക്കൊണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നു. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നേതാക്കളാൽ സമ്പന്നമാണ് വേദി. സദസ്സാകട്ടെ നേതാക്കളും പ്രവർത്തകരും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ഉൾപ്പെടെ അങ്ങനെ വലിയ ജനക്കൂട്ടം, ആബാലവൃദ്ധം ജനക്കൂട്ടം ഇവിടെ കൊഴുകിയെത്തിയിരിക്കുകയാണ്. അവരെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പുതിയ മന്ത്രിമാർക്ക് ഗവർണറുടെ ചായ സൽക്കാരമുണ്ടാകും. അതിനുശേഷമായിരിക്കും കേരളം ഉറ്റുനോക്കുന്ന ആ മന്ത്രിസഭാ യോഗം, പുതിയ മന്ത്രിസഭാ യോഗം നടക്കാൻ പോവുക. എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും? നേരത്തെ വി ഡി സതീശൻ പ്രഖ്യാപിച്ചതുപോലെ, കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ആശാ പ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കൽ, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ, അങ്ങനെയുള്ള 5 ഗ്യാരണ്ടികൾ ഉൾപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടി, അതിലൊക്കെ തീരുമാനം ഈ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ഇതാ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രി വി ഡി സതീശനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമെല്ലാം ഇതാ കൈ ഉയർത്തി, ഒരു കൈ എന്ന നിലയിൽ തന്നെ അവർ കോർത്തു പിടിച്ചുകൊണ്ട് ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു കാഴ്ച ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടാകില്ല, ഒരുപക്ഷെ ലോകത്തുണ്ടാകില്ല. ഭരണ പ്രതിപക്ഷ നേതാക്കളെ ഒരേ നിരയിലിരുത്തിക്കൊണ്ടിതാ കേരളത്തിൻ്റെ പുതു സംസ്കാരം എന്ന് തോന്നിപ്പിക്കും വിധം, അത്തരമൊരു പുതു സംസ്കാരത്തിലേക്കുള്ള പ്രയാണമെന്ന് തോന്നിപ്പിക്കും വിധമുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് ആ തുടക്കം തന്നെ ഗംഭീരമാക്കുകയാണ്. പക്ഷേ ഇനി എന്തായിരിക്കുമെന്നത് അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് വിലയിരുത്തേണ്ടതാണ്. പക്ഷേ തുടക്കം കസറി, തുടക്കം തൂക്കി എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.